നിങ്ങളുടെ സ്വപ്നങ്ങളെ പിന്തുടരാൻ ആഗ്രഹമുണ്ടോ? ജോലി തിരക്കാണോ തടസ്സം? വിഷമിക്കേണ്ട, ബാസ് സ്റ്റഡി സെന്റർ നിങ്ങളൊപ്പം ഉണ്ട്. BA, BCom, BBA, BSW പോലുള്ള ഡിഗ്രി കോഴ്സുകൾ നിങ്ങൾക്ക് എവിടെ ഇരുന്നും എപ്പോൾ വേണമെങ്കിലും പഠിക്കാം. ഇനി പ്രായമാണോ നിങ്ങളുടെ തടസ്സം? അല്ല, ഏത് പ്രായക്കാർക്കും മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഓൺലൈൻ ക്ലാസ്സുകളും സ്റ്റഡി മെറ്റീരിയലുകളും ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. കൂടുതൽ അറിയാൻ വേണ്ടി താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. നിങ്ങളുടെ സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കാൻ ബാസ് സ്റ്റഡി സെന്റർ കൂടെ. ഹായ് എവരിവൺ, ബാസ് ഡിസ്റ്റൻസ് ഡിഗ്രിയുടെ മറ്റൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ സെക്കൻഡ് സെമിസ്റ്ററിന്റെ അസൈൻമെന്റ് ഒക്കെ നമുക്ക് വന്നിട്ടുണ്ട്. യൂണിവേഴ്സിറ്റി പബ്ലിഷ് ചെയ്ത ഡേറ്റ് എന്ന് പറയുന്നത് May 10 ആണ്. അപ്പോൾ May 10 തന്നെ എല്ലാവരും പ്രോപ്പറായിട്ട് തന്നെ അസൈൻമെന്റ് ഒക്കെ സബ്മിറ്റ് ചെയ്യണം. അപ്പോൾ അസൈൻമെന്റ് നിങ്ങൾ റിട്ടേൺ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അസൈൻമെന്റ് എഴുതുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്നുള്ള ഡീറ്റെയിൽ വീഡിയോ ആണ് ഇന്ന് ചെയ്യുന്നത്. അപ്പോൾ ഡീറ്റെയിൽ വീഡിയോയിലോട്ട് പോവാം. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലേക്ക് അഡ്മിഷൻ എടുക്കാൻ താല്പര്യപ്പെടുന്ന വിദ്യാർത്ഥികളാണ് നിങ്ങളെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പം നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ നമുക്കിപ്പോൾ സെക്കൻഡ് സെമിസ്റ്റർ അസൈൻമെന്റും കാര്യങ്ങളൊക്കെ സബ്മിറ്റ് ചെയ്യുന്ന ഡേറ്റ് ആയി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും അസൈൻമെന്റ് റിട്ടേൺ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോൾ അസൈൻമെന്റ് റിട്ടേൺ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അസൈൻമെന്റ് എഴുതുമ്പോൾ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്നുള്ളതാണ്. അപ്പോൾ ഒരു അസൈൻമെന്റ് നമ്മൾ എഴുതുമ്പോൾ അസൈൻമെന്റിന് നമുക്കൊരു ഇൻട്രൊഡക്ഷൻ ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ കണ്ടന്റ് ഉണ്ടായിരിക്കും. ഈ ഒരു കണ്ടന്റ് ഒക്കെ നമ്മൾ അത്യാവശ്യം ഡീറ്റെയിൽ ആയിട്ട് തന്നെ എഴുതണം. അപ്പോൾ ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണെന്നുള്ളത് പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്തിട്ട് അതിനനുസരിച്ച് നിങ്ങൾ ആൻസേഴ്സ് ഡീറ്റെയിൽ ആയിട്ട് എഴുതാൻ വേണ്ടി ശ്രദ്ധിക്കണം. പിന്നെ അത് മാത്രമല്ല, അസൈൻമെന്റ് എഴുതി കംപ്ലീറ്റ് ആയതിനു ശേഷം നമുക്ക് അതിനൊരു കൺക്ലൂഷൻ ഉണ്ടായിരിക്കും. അതിനുശേഷം നമുക്ക് വരുന്നത് റെഫറൻസസ് ആണ്. അതായത് ബിബ്ലിയോഗ്രഫി എന്നുള്ള രൂപത്തിൽ നമ്മളത് എഴുതിയിരിക്കണം. എവിടെ നിന്നാണ് നിങ്ങൾ ഈ ഒരു കണ്ടന്റ് എടുത്തിട്ടുള്ളത്, അല്ലെങ്കിൽ ബുക്സ് നിന്നാണോ അല്ലെങ്കിൽ ഗൂഗിളിൽ നിന്നാണോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ ബിബ്ലിയോഗ്രഫി ആയിട്ട് നിങ്ങൾ എഴുതണം. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ അസൈൻമെന്റ് എഴുതുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ ഒരു പേപ്പറിന് നമുക്ക് 2 അസൈൻമെന്റ് ആണെന്നുള്ളത് എല്ലാവർക്കും അറിയാം. അപ്പം കണ്ടന്റ് നിങ്ങൾ എവിടെ നിന്നാണോ ചെയ്യുന്നത് അത് നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കുക. കാരണം നമുക്ക് ലാസ്റ്റിൽ എഴുതാനുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. പിന്നെ അത് മാത്രമല്ല, അസൈൻമെന്റിന്റെ ഫ്രണ്ട് പേജിൽ വെക്കാനായിട്ട് അസൈൻമെന്റിന്റെ ഫേസിംഗ് ഷീറ്റ് നമുക്ക് വരുന്നുണ്ട്. യൂണിവേഴ്സിറ്റി നിങ്ങൾക്ക് ആ ഒരു ഫേസിംഗ് ഷീറ്റ് നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ, നിങ്ങൾക്ക് ഇപ്പം ഇൻസ്റ്റിറ്റ്യൂട്ട് വഴിയാണെങ്കിലും നിങ്ങൾക്ക് ആ ഒരു വാട്സപ്പ് ഗ്രൂപ്പിലും കാര്യങ്ങളിലൊക്കെ നിങ്ങൾക്ക് ഈ ഒരു ഫേസിംഗ് ഷീറ്റ് നിങ്ങൾക്ക് അയച്ചു തരും. അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റി വെബ്സൈറ്റിൽ നിന്ന് നമുക്ക് ഈ ഒരു ഫേസിംഗ് ഷീറ്റ് എടുക്കാവുന്നതാണ് കേട്ടോ. പിന്നെ അത് മാത്രമല്ല, അസൈൻമെന്റ് നമുക്ക് മെയിനായിട്ടും 10 MB ആണ് പറയുന്നത്. PDF ഫയലായിട്ടാണ് നമ്മളത് അപ്ലോഡ് ചെയ്യേണ്ടത്. ഇനിയിപ്പം അപ്ലോഡ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് വരുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് കൊണ്ടുപോയിട്ട് നിങ്ങളുടെ സ്റ്റഡി സെന്ററിൽ കൊണ്ടുപോയിട്ട്, അതായത് നിങ്ങളുടെ LSCയിൽ കൊണ്ടുപോയിട്ട് നിങ്ങൾക്ക് അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കണം. പിന്നെ നമ്മുടെ ഇവിടുത്തെ സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു കാരണവശാലും പേടിക്കേണ്ട കാര്യമില്ല. അസൈൻമെന്റ് ഡെമോ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അപ്ലോഡ് ആക്കി തരുന്നതാണ്. ജസ്റ്റ് അത് നോക്കി റിട്ടേൺ ചെയ്യാവുന്നതാണ്. ഇനിയിപ്പോൾ അതല്ല, പുറത്തുനിന്നുള്ള സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് മാത്രം വേണം അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യാനായിട്ട്. നമുക്ക് അസൈൻമെന്റ് 30 മാർക്കിൽ 15 മാർക്കാണ് പാസ് മാർക്ക് വരുന്നത്. അപ്പം മിനിമം പാസ് മാർക്കെങ്കിലും നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ അസൈൻമെന്റിൽ പാസ് ആവത്തുള്ളൂ. അതുപോലെ തന്നെ അസൈൻമെന്റിലും അതുപോലെ തിയറി പേപ്പറിലും നമുക്ക് സെപ്പറേറ്റ് മാർക്ക് തന്നെയാണ് വരുന്നത്. അപ്പം മിനിമം മാർക്കെങ്കിലും നിങ്ങൾ അസൈൻമെന്റിൽ മേടിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പം 30-ൽ 15 മാർക്കെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ അസൈൻമെന്റിൽ പാസ് ആവത്തുള്ളൂ. അപ്പോൾ എഴുതുന്ന കാര്യങ്ങളെ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മാത്രമേ നമുക്ക് ഒരു 15 മാർക്കെങ്കിലും അല്ലെങ്കിൽ അതിൽ കൂടുതൽ മാർക്കെങ്കിലും മേടിക്കാൻ വേണ്ടി സാധിക്കുള്ളൂ. അപ്പോൾ ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കുക. അതുപോലെ അസൈൻമെന്റ് എഴുതുന്നതിൽ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമന്റ് ചെയ്യാവുന്നതാണ്. ഇതുപോലുള്ള മറ്റൊരു യൂസ്ഫുൾ വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്